ഇന്ന് നമ്മൾ ഈ ഏരിയ ആണ് ക്ലീനപ്പ് ചെയ്ത് സോയിലും കമ്പോസ്റ്റൊക്കെ ഇട്ട് ശരിയാക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം ചെടിയൊക്കെ നടാനായിട്ട്. ഇതിപ്പോൾ സമ്മർ കഴിഞ്ഞിട്ടുള്ള ചെടികളാണ്. ഒരു റോസ് മാത്രമേ ഉള്ളൂ നന്നായിട്ട് സർവൈവ് ചെയ്തത്. പിന്നെ അവിടെ കുറച്ച് മേലുണ്ട് നമ്മുടെ ജമന്തിയിലേക്ക് ആക്കിയിട്ട് അതും സർവൈവ് ചെയ്തിട്ടുണ്ട്. സീനിയൊക്കെ കരിഞ്ഞു പോയി. അതിൻ്റെ സീഡ് അവിടെ കിടപ്പുണ്ട്. സോ ഹോപ്പ്ഫുള്ളി തിരിച്ച് വരുമായിരിക്കും. ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തേക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ നമ്മളുടെ ഗ്ലൗസും ചെറിയ ഷവലും മാത്രം മതി, റേക്കും. ഓക്കെ, ഏരിയ ക്ലീനാക്കി പഴയ ചെടികളൊക്കെ കളഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വോം കാസ്റ്റിംഗ് ഇടും, പിന്നെ സോയിലിടും, പിന്നെ പെർലൈറ്റ് ഇടും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ സോയിലും കമ്പോസ്റ്റും ഇട്ടിട്ടിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ മിക്സ് ചെയ്തതിൻ്റെ റൂട്ടിലോട്ടൊക്കെ പോകണം. ഇനി വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് കമ്പോസ്റ്റൊക്കെ അലിഞ്ഞ് ഈ റോസിൻ്റെ പേര് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വരും. പിന്നെ നമ്മൾ എന്ത് നട്ടാലും സോയിലാണ് ഇതിൻ്റെ പ്രാധാന്യമുള്ളത്. നല്ല നൈട്രജനും ഒക്കെ ഉള്ള സോയിൽ ഇസ് ഓൾവേസ് ഗുഡ്. നമ്മൾ കമ്പോസ്റ്റാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിങ്ങനെ സോയിൽ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുവാണ്. ഇപ്പോൾ ഈ ഏരിയ കൂടെ ഉള്ളൂ. അതിന് നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിയും. ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സോയിലും കമ്പോസ്റ്റും മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം നനച്ച് ബെഡ് പ്രിപ്പയർ ചെയ്തിടാൻ. പിന്നെ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്തും കുറച്ച് പെർലൈറ്റും കമ്പോസ്റ്റൊക്കെ കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ സോയിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർബായിട്ട് വരുന്നതാണ് ഇതിനു മുൻപ് ഗാർഡൻ ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. തനിയെ ചെയ്ത് പഠിച്ചാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബെഡ്. ഇനിയിപ്പോൾ ഇവിടെ കുറേശ്ശെ ചെടികളൊക്കെ നട്ട് ഇപ്പോൾ ഈ ബെഡ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ബോർഡർ വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ കണക്ഷനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനെല്ലാം ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം ഇവിടെ ചെടിയില്ലല്ലോ. ആകെ റോസിൻ്റെ അവിടെയും ആ വേപ്പ് പിടിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അവിടെയും മേരിഗോൾഡ് നമ്മുടെ ജമന്തിയുടെ അവിടെ മാത്രമേ വെള്ളം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ബെഡ് പ്രിപ്പയർ ചെയ്യണതിൻ്റെ അത് കൊണ്ടിട്ട് ഞാനത് ഓഫ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാനത് ഓൺ ചെയ്യും. അപ്പോൾ ഈ ബെഡങ്ങ് നനയും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഏരിയ ചെയ്യുമ്പോൾ കാണാം.